തോന്നിയത് അതിൽ നിന്നോളി. സുന്നത്തിയമായത്ത് വളർന്നല്ലോ നമ്മളിത്. ശരി, അങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഒറ്റക്കാവണ്ട. എവിടെ ഒരു കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റിൻ്റെ ആൾക്കാരോടൊന്ന് ചർച്ച ചെയ്യുക. ഇന്ന മാതിരിയൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു 40 ദിവസത്തെ പാക്കേജ്. ആ പാക്കേജ് പൂർത്തിയാകുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് അത്ഭുതകരമായ റിസൾട്ട് ആ മഹല്ലത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ദാഴികളായ നമ്മളൊന്ന് പഠിക്കുക. എന്താ പഠിക്കേണ്ടത്? എന്താ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തത്? ജനങ്ങളെ പറ്റി മനസ്സിലാക്കിയോ? എന്താ? എല്ലാവരും കരയുന്നു, എല്ലാവരും കരയും. അത് അന്നത്തെ ആളുകളുടെ അവരെ ഒരുപാട് ഘടകം ചേർന്നതാണ്. മനസ്സിലായോ? നമ്മളിപ്പോഴത്തെ പുതിയ കുട്ടികൾ അവരെ ആകർഷിപ്പിക്കത്തക്ക രീതിയിൽ നമ്മൾ ഇതൊക്കെ നന്നാക്കാൻ, ഇത് നന്നാക്കാൻ പരിഷ്കരിപ്പിക്കാന്നല്ല, അതിനെന്താക്കുക? കമാഹു ഹക്വല വീടുക, കമാഹു ഹക്വല വീടുക. ഇനി ഞാൻ വേറൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇങ്ങനത്താണ് ചാഞ്ഞ് പറയണ്ടല്ലേ? എന്താ നിങ്ങളെ അഭിപ്രായം? ഇങ്ങനത്തതാണെങ്കിൽ പറയണ്ടെന്ന്. അള്ളാഹു തആല ഖൈർ തരട്ടെ. നമുക്ക് ദഅവത്തിന് കിട്ടുന്ന സ്ഥലങ്ങളിൽ മുന്തിയ ഒരു സ്ഥലമാണ് മരണ വീട്. നമുക്ക് ദഅവത്തിന് കിട്ടുന്ന സ്ഥലങ്ങളിൽ മുന്തിയ ഒരു സ്ഥലമാണ് മരണ വീട്. എന്താണ് ജുമുഅക്കുള്ള ഗുണം? ജുമുഅക്കും മരണ വീട്ടിലൊക്കെ ഉള്ള ഗുണം കാര്യങ്ങൾ, നമ്മളൊരു നോട്ടീസ് അടിച്ചാലും വരാത്തോലെ അവിടെ വരും. ഒരു പോസ്റ്റർ ഇറക്കിയാലും വരാത്തോല് വരും. ഒരു ക്ഷണിച്ചാലും വരാത്തോല് വരും. വരൂലേ? അതൊക്കെ അടങ്ങിയ മരണ വീട്. പ്രത്യേകിച്ചും മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് നമ്മൾ 4 വാക്ക് സംസാരിക്കുക, ഒരു 5 മിനിറ്റ് സംസാരിക്കുക. മരണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു 5 മിനിറ്റ്. എന്നിട്ട് നമ്മളാണ് യാസീൻ ഓതാ. അൽ ഫാത്തിഹ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഈ കുട്ടികളെ ശ്രദ്ധിച്ചുക്കണം. ചെറുപ്പക്കാർ ഓൻ്റെ മുടി നോക്കണ്ട, ഓൻ്റെ ഫാൻറ്റ് നോക്കണ്ട, ഓൻ മൊബൈലിൽ കളിച്ച് നോക്കണം. അൽ ഫാത്തിഹ എന്ന് ഉറക്കാണ് പറഞ്ഞാൽ അവിടെ ഇവിടെ നിൽക്കണം. ആ കുട്ടികളൊക്കെ അടുത്തേക്ക് വന്നില്ലേ? ആ കുട്ടികളെ ഞാൻ പുറംകളി കാണുന്ന ആളാണ് എപ്പോഴും. ആ കുട്ടികളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണ്ടേ. നമ്മൾ മര്യാദക്ക് യാസീൻ ഓതിയാൽ അവരൊക്കെ നമ്മളൊപ്പം കൂടും. ഇത് നമ്മളെ യാസീനതിന് മര്യാദക്ക് വേണ്ടേ? നമ്മളാണ്ട് ഓതി തന്നെ യാസീനുൽ ഖുർആനിൽ ഹക്കീം ഇന്നകൽ മുർസലീന അലാ സിറാത്തിൻ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം. അങ്ങോട്ട് ഓതി തന്നെ, എവിടേക്ക് എത്തിയെന്നൊന്നുമില്ല. അതിൻ്റെ ഇടയിലുണ്ട് പഴയ പണ്ട് നമ്മളവിടെ ഉണ്ട് എൻ്റെ അയ്മല്ലാക്ക. അയാൾ ഓതിന് പിരാന്ത് പിടിച്ചു. നമുക്ക് എന്താണ് ഓതി എല്ലാവരും അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ എല്ലാവരും പതുക്കെ അങ്ങനെ ഓതാണ്. ഓതിനിൻ്റെ അടിയിൽ ഇയാൾ ഒളിരിബിലും എല്ലാവരും ഓത്തും സ്വീപ്പായി. എന്നാൽ ഞാൻ അവിടെ നിന്നാണ്ട് ഇയാൾ കിട്ടുകയാണെച്ചാൽ തിരക്കുള്ള ഒളിരിബിലും പിന്നെ മൂപ്പര് പിന്നെയും മുങ്ങി. പിന്നെ കുറേ ആണ്ട് എത്തിങ്ങാണ്ട് ആളുകളൊക്കെ ഓത്തൊക്കെ ഒന്ന് രണ്ടാമത് റെഡിയാക്കി ഇങ്ങനെ വരികയാണെങ്കിൽ അപ്പോൾ ഒമാ അൻസൽന ഒന്നിരിക്കൽ സിറ് അല്ലെങ്കിൽ ജോഹർ, രണ്ടും അല്ലാത്ത. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. ഞാൻ ജനങ്ങളിടയിൽ ജീവിക്കുന്ന ആളാണ്. ഇവിടെ എൻ്റെ ദാഴികളായ ഉസ്താദുമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇതൊക്കെയാണ് മാറ്റി. അൽ ഫാത്തിഹ, ഫാത്തിഹാണ്ട് ഓതിയിട്ട് നല്ലൊരു ഫാത്തിഹ എല്ലാവരും, നമ്മൾ പള്ളിക്കൽ മുദരിസും കുട്ടികളും ഉണ്ടെങ്കിൽ, മദ്രസയിൽ 5 ഉസ്താദന്മാരുണ്ടെങ്കിൽ നിങ്ങൾ 5 ആളും ഒപ്പം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആയത്ത് തുടങ്ങണതും വെക്കണതും ഒക്കെ അങ്ങനെ ഒപ്പം. എന്നിട്ടോ വലല്ലാലീൻ 5 മുഅല്ലിമീങ്ങളും അല്ലെങ്കിൽ 10 മുതഅല്ലിമീങ്ങളും ഉസ്താദും ആമീൻ. അപ്പോൾ ആ ഫാത്തിഹ തീരുമ്പോൾ തന്നെ ആ സ്പീഡിൽ പോണവരൊക്കെ തിരിച്ചു വന്ന് നമ്മളൊപ്പം പാകാവും. എന്നിട്ട് യാസീനാണ് ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം